ഹേയ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരുന്നുണ്ടോ? ഇതെൻ്റെ കഴിവുകേട് കൊണ്ടാണോ, അതോ എൻ്റെ സമയമായിട്ടില്ലാത്തതാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചിട്ട് പറയാം. നിങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം കുറഞ്ഞിട്ടല്ല. സത്യത്തിൽ വിജയം നിങ്ങളുടെ അടുത്തേക്ക് വരാതെ തടയുന്ന 6 തടസ്സങ്ങളുണ്ട്. നമ്മളിൽ 90% ആളുകളും അറിയാതെ ചെയ്യുന്ന നമ്മുടെ വിജയത്തിൻ്റെ താക്കോലുകൾ ലോക്ക് ചെയ്യുന്ന 6 കാര്യങ്ങൾ. ഈ വീഡിയോയിൽ ഞാൻ 6 തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞു തരും ഇൻഷാ അല്ലാ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടത്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തേതും ഏറ്റവും വലിയതുമായ തടസ്സം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അനുഗ്രഹങ്ങളിൽ മുഴുകി ആ അനുഗ്രഹങ്ങൾ നൽകിയവനോട് നന്ദി കാണിക്കാൻ മറന്നു പോകുന്നു എന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണുള്ളത്. നല്ല ആരോഗ്യം, നല്ലൊരു കുടുംബം, ഭക്ഷണം, നല്ല വസ്ത്രം, പഠിക്കാൻ സൗകര്യം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ ആര് തന്നു എന്ന് ഓർക്കാറില്ല. എല്ലാം എൻ്റെ കഴിവാണ്, ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ ചിന്തിക്കും. നന്ദി എന്ന് പറയുന്നത് വെറും താങ്ക് യു പറയുന്നതല്ല. ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലും വലിയ നന്ദിയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യവും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി കാണിക്കുന്നത്. അല്ലാതെ അനുഗ്രഹങ്ങൾ ദുരുപയോഗം ചെയ്താൽ നമ്മൾ നന്ദികേടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത്? രണ്ടാമത്തെ പോയിന്റ് എന്നെ ശരിക്കും ചിന്തിപ്പിച്ച്. നമ്മൾ ഒരുപാട് അറിവ് നേടും, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല. ഓൺലൈനിൽ എത്ര കോഴ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര വെബിനാറുകളുണ്ട്, എത്ര യൂട്യൂബ് ചാനലുകളുണ്ട്. എല്ലാം നമ്മൾ കാണും, പഠിക്കും. നല്ല അറിവാണല്ലോ എന്ന് പറയും. പക്ഷേ എത്ര പേരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? വെറുതെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ വീഡിയോ കണ്ടിട്ടോ കാര്യമില്ല. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. അറിവ് നേടുന്നത് ആളുകളെ കാണിക്കാനോ അഹങ്കരിക്കാനോ ആകരുത്. അത് നമ്മളെ നല്ലൊരു വ്യക്തിയാക്കാനും ലക്ഷ്യങ്ങളിൽ എത്താനും സഹായിക്കണം. അല്ലെങ്കിൽ ആ അറിവ് നമ്മളെ വിജയത്തിൽ നിന്ന് അകറ്റുകയേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ തെറ്റുകൾ ചെയ്യാൻ ഒരു മടിയില്ലാണ്ട് നമ്മൾ തിടുക്കം കാട്ടും, എന്നാൽ പശ്ചാത്തപിക്കാൻ വൈകിപ്പിക്കും എന്നതാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിക്കോളാം, അല്ലെങ്കിൽ റമളാനിന് നന്നാവാം, അപ്പോൾ എല്ലാ തെറ്റുകളും നിർത്താം, വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നാളെ എന്തുണ്ടാകുമെന്ന് ആർക്കറിയാം? പശ്ചാത്താപത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താം, നന്നാവാനുള്ള അവസരവുമുണ്ട്. പക്ഷെ ആ അവസരം നമ്മൾ വൈകിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ട് കൂടിക്കൂടി വരും. ആ ഇരുട്ടുകൊണ്ട് എങ്ങനെയാണ് വിജയത്തിൻ്റെ വെളിച്ചം കാണാൻ പറ്റുന്നത്? ഓരോ തെറ്റും നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, നമ്മൾ നല്ലവരായ ആളുകളെ അറിയുന്നതിനെക്കുറിച്ച് വീമ്പ് പറയും, പക്ഷെ അവരുടെ നല്ല സ്വഭാവങ്ങളെ അനുകരിക്കില്ല. അയാൾ എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെൻ്റെ കസിനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടും. പക്ഷേ അവരുടെ കഠിനാധ്വാനം, അവരുടെ വിനയം, അവരുടെ നല്ല ശീലങ്ങൾ, ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. നമ്മൾ ആരുടെ കൂടെയാണോ ചേരുന്നത് അവരുടെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരണം. നല്ല കൂട്ടുകെട്ടുകൾ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കണം. അല്ലാതെ വെറും സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഒരു ടൂൾ ആകരുത് നല്ല ബന്ധങ്ങൾ. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പഴയ സ്വഭാവത്തിൽ തന്നെ ഒതുങ്ങിപ്പോകും. വിജയം നമ്മളിൽ നിന്ന് അകന്നു പോകും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ദുനിയാവിനു പിന്നാലെ
അതായത് ഐഹിക ലോകത്തെ സുഖ സൗകര്യങ്ങൾക്കും പണത്തിനും പിന്നാലെ ഓടും. പക്ഷെ എത്ര ഓടിയാലും അത് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു വീടുണ്ടായാൽ അതിനേക്കാൾ വലിയ വീട് വേണം. ഒരു കാറുണ്ടായാൽ അടുത്തത് വലിയ ആഡംബര കാറ് വേണം. ഇത്ര പണമുണ്ടായാൽ അതിൻ്റെ ഇരട്ടി വേണം. ഈ ആർത്തിക്ക് അവസാനമില്ല. ഒരുപാട് പണമുണ്ടായാലും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായാലും നമുക്കൊരിക്കലും തൃപ്തി വരില്ല. അങ്ങനെയുള്ളവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഈ ലോകത്തുള്ളതെല്ലാം ഒരു പരിധിവരെ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഓട്ടത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറന്നുപോകും. സമാധാനവും സന്തോഷവുമാണ് യഥാർത്ഥ വിജയം. അതിനേക്കാൾ വലുതായി പണത്തെ മാത്രം കണ്ടാൽ നമ്മൾ എവിടെയും എത്തില്ല. അവസാനത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതും, നമ്മൾ ഓരോ നിമിഷവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസവും നമ്മളെ പരലോകത്തേക്ക് അടുപ്പിക്കുന്നു. പക്ഷേ നമ്മൾ മരണത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ചിന്തിക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പും നടത്തുന്നില്ല. മരണമൊക്കെ പിന്നെ വരും, ഇപ്പോൾ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ലോകം ഒരു താൽക്കാലിക താവളം മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ വീട് പരലോകമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ലഭിക്കുന്നത്. പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മളെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഈ 6 കാര്യങ്ങൾ നമ്മളെ വിജയത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം സ്വയം വിലയിരുത്തുക. ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.